നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 10/5/2026 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുതിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക റബ്ബർ കർഷകരും. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 257, RSS 5 കിലോ 253, ISN 20 210, ലാറ്റക്സ് 60 ആഴ്ചയിൽ 161 രൂപ 70 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 257, RSS 5 കിലോ 253. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ആഴ്ചയിൽ ഒട്ടുപാൽ കിലോ 156, 60% ആഴ്ചയിൽ ഒട്ടുപാൽ കിലോ 117. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 254, RSS 5 കിലോ 241. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 287 പൈസ, RSS 5 കിലോ 287 രൂപ 30 പൈസ. സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ വില നോക്കുമ്പോൾ RSS 4 കിലോ 251, RSS 5 കിലോ 255, ലൂസ് കിലോ 237, ലോട്ട് കിലോ 212. ഒട്ടുപാൽ നോക്കുമ്പോൾ 142 മുതൽ 151 രൂപ. ഇതാണ് സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ വില. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 13,965, ഒരു പവൻ 1,11,720. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,235, ഒരു പവൻ 1,21,880. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,426, ഒരു പവൻ 91,408. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 30 രൂപ, ഒരു പവൻ്റെ മുകളിൽ 240 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ 60, കാഞ്ഞിരക്കുരു 1880, കയർ ഇടക്കയർ 10, കരിപ്പോട്ടി കയർ 10 മുതൽ 15, കാപ്പിക്കുരു കിൻഡൽ 35,000, പിണ്ണാക്ക് സ്പെല്ലർ 37, റോട്ടറി 41, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പു 900 ആണ്. UDF ജയിച്ചാൽ പ്രകടനപത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ. KSRTCയിൽ നാളെ മുതൽ ജെൻഡർ ടിക്കറ്റ്. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF കെട്ടിയാഘോഷിച്ച ഇന്ദിരാഗാന്ധിയിലെ പ്രധാന വാഗ്ദാനമായ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന പദ്ധതിയുടെ ആദ്യ ചർച്ചയ്ക്ക് തുടക്കം വെച്ച് മുൻ ഗതാഗത മന്ത്രിയും KB ഗണേഷ് കുമാർ. നാളെ മുതൽ KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റ് സംവിധാനം നടപ്പാക്കാൻ മിന്നൽ ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. നാളെ മുതൽ ടിക്കറ്റ് അടിക്കുന്ന ഇലക്ട്രോണിക് മെഷീനിൽ യാത്രക്കാർ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് കണ്ടക്ടർമാർ പ്രത്യേകം രേഖപ്പെടുത്തണം. സൗജന്യ യാത്ര നടപ്പാക്കണമെങ്കിൽ എത്ര സ്ത്രീകൾ KSRTC യാത്ര ചെയ്യുന്നുണ്ടെന്ന് കണക്കെടുക്കാനാണ് ഈ പുതിയ പരിപാടി. എന്തായാലും കേരളത്തിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSRTC കൂടുതൽ പ്രയോജനപ്പെടട്ടെ ആൾക്കാർക്ക്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.